അവൻ ജയിക്കുമല്ലേ, നമ്മളെ കൊച്ചു തന്നെ അവൻ ജയിക്കും. അല്ലാതെ ആരും ജയിക്കാൻ നമ്മളെ കൊച്ചല്ലേ, അവന് തന്നെ വോട്ട് ചെയ്യുന്നത്. ഓക്കെ, 100% ചെയ്യാം. 100% സജി ജയിച്ചിരിക്കും. സുരേഷൻ ജയിക്കട്ടെ. എല്ലാ കാര്യത്തിലും ഓടി വേണ്ട ഒരു പയ്യനാണ്. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അടൂർ പഞ്ചായത്തിലെ പെരുങ്കുഴി ജംഗ്ഷനിലാണ്. ഇവിടുത്തെ 5ാം വാർഡായ അക്കരവിളയുടെ സ്ഥാനാർത്ഥി തിരക്കാണ് നമ്മളത്. അതിനൊരു കാരണമുണ്ട്. ഇത്രയും ജനപിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഈ സജിൻ സുരേഷ് എന്നാണ് അറിയുന്നത്. നമുക്ക് എന്തായാലും ഈ പെരുങ്കുഴി ജംഗ്ഷൻ ഈ വാർഡിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇവിടുന്ന് ജനങ്ങളുടെ അഭിപ്രായം നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പൊ ആര് ജയിക്കുന്നത്? നമുക്ക് സാധ്യത സജിൻ ജയിക്കാനാണ്. കഴിഞ്ഞ കാലത്ത് നോക്കപ്പെടുത്തി അവനും ജയിക്കാനാണ് സാധ്യത. കഴിഞ്ഞ വാർഡ് നിന്ന ആള് ഏറ്റവും ഭൂരിപക്ഷം വാങ്ങി ജയിച്ച ആളാണ്. അപ്പൊ അതനുസരിച്ച് നോക്കപ്പെടുത്തേക്ക് പിന്നെ ഒരുപാട് പയ്യന്മാരുടെ പിന്തുണയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ജയിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഊഹം. 100% ഉറപ്പ്. 100%. അവന് നമ്മൾ വോട്ട് ചെയ്യാം. ഞാൻ അക്കരയുള്ള വാർഡാണ്, അവന് വോട്ട് ചെയ്യാം. സജി ജയിക്കും. എനിക്കറിയാം, ദരിദ്രമൊക്കെ വരും. എനിക്ക് വേണ്ടതൊക്കെ ഒരു ചെറുക്കനാണ്, എനിക്ക് നല്ലതാണ്, എൻ്റെ ചേട്ടാനാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും കുഴപ്പം ചെയ്യില്ല എന്നാണ് നമ്മളെ മനസ്സിന്റെ വിശ്വാസം. അതിന് നമ്മൾ വോട്ടും ചെയ്യും. അവന് കൊടുക്കുമല്ലേ, അവ നമ്മൾക്ക് നമ്മളെ പിള്ളേല്ലേ. സജി സുരേഷ് ജയിക്കും. ജയിക്കും. 100%. വോട്ട് ചെയ്യണം. 100% ജയിക്കുന്ന അഭിപ്രായം. സജി സുരേഷിന് വോട്ട് കൊടുക്കാനായിട്ട് എനിക്ക് ഈ വാർഡിലല്ല വോട്ട്. എൻ്റെ ഈ വാർഡിലായിരുന്നു ഞാൻ വോട്ട് കൊടുത്തന്നെ. അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല, സന്തോഷമുള്ളൂ. കാര്യത്തിനായിരുന്നാലും നമുക്ക് അറിയാന്നുള്ള പയ്യാണ്. ഏത് കാര്യത്തിനാലും വിളിച്ചാലും ഉണ്ടാവും. പുള്ളി ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എപ്പോഴും വാഹനം വിളിച്ചാലും ദക്ഷ ഓൾഡീസ് എന്നുള്ള വാഹനം എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ട്. ആര് വിളിച്ചാലും പെട്ടെന്ന് പോണ പുള്ളിയാണ്. ഞാൻ ഈ വാർഡിൽ എനിക്ക് എൻ്റെ വോട്ട് പുള്ളിക്ക് അല്ലെങ്കിലും ഞാൻ വേറൊരു വാർഡിലാണ്. എൻ്റെ കൂട്ടുകാരനും കൂടെയാണ്. പുള്ളി ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത്രയേറെ ജനപിന്തുണയുള്ള ആ വ്യക്തി ആരാണെന്ന് നോക്കാം. ഒരു വൻ ജനപിന്തുണയുള്ള ആ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കാം. ആ സ്ഥാനാർത്ഥിയോടെ നമുക്ക് ചേരാം. നമസ്കാരം. ഈ രാത്രിയായിട്ടും ഒരു വൻ ജനപ്രവാഹമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെന്താണ് കാരണം? അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഞാനൊരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. പ്രളയം വന്ന സമയം മുതൽ ഞാൻ എൻ്റെ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെതായ ബേസിൽ ഈ നാട്ടുകാർക്കെല്ലാം എന്നോട് നല്ല സ്നേഹമാണ്. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് വേണ്ടി ഇത്രയും രാത്രിയായിട്ടും അവരുടെ സമയമൊക്കെ ഇവിടെ ഇരിക്കുകയായിരുന്നു. നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവനങ്ങളും നടത്തി നേടിയെടുത്ത ബന്ധമാണോ അത്? അതെ, ഉറപ്പായും. അപ്പോൾ ഈ രാത്രി കാലമായിട്ടും ഇത്രയും ജനങ്ങൾ താങ്കളോടൊപ്പം നിൽക്കണമെങ്കിൽ ഒരു വിജയപ്രതീക്ഷയിലെ അവിടെ നടക്കുന്നത്? ഉറപ്പായിട്ടും വിജയപ്രതീക്ഷ ഉണ്ട്. ഇപ്പം നല്ല കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. വിജയിക്കുമെന്നുള്ള ഉറപ്പ് 100% മനസ്സിലുണ്ട്. അങ്ങനെയുള്ള സപ്പോർട്ടാണ് എൻ്റെ നാട്ടുകാർ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പലരും എന്നെ പേഴ്സണലായിട്ട് വിളിച്ചും പറയാറുണ്ട്, വർക്ക് ചെയ്യുന്ന രീതിയൊക്കെ കൊള്ളാം, ഉറപ്പായിട്ടും നീ ജയിക്കും, നീ ജയിച്ചു വരണമെന്ന ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട്. ബ്ലോക്കിൽ മത്സരിക്കും, മുട്ടപ്പലം വാർഡിൽ മത്സരിക്കുന്ന നമ്മുടെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയോടൊപ്പം ചേരാം. ഞാൻ പോത്തങ്കോട് പഞ്ചായത്തിലെ മുട്ടപ്പലം ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. ശുഭപ്രതീക്ഷയാണ്. ബ്ലോക്ക് സ്ഥാനാർത്ഥി എന്ന രീതിയിലല്ല, പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെല്ലാം റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി ചരിത്ര ഭൂരിപക്ഷം ആവർത്തിച്ച് വിജയിച്ചു വരും, ഒരു സംശയവുമില്ല. അതിൽ കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന കാര്യങ്ങൾ, ആ വികസന കാര്യങ്ങൾ മാത്രം ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും ആശ്രിതമായത് ഈ പെൻഷനാണ്. 18 മാസമായി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കുടിശ്ശികയും വിട്ട് ഇറങ്ങിപ്പോയ ആ കുടിശ്ശികയും ആ പെൻഷൻ കുടിശ്ശികയൊക്കെ തീർത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നപ്പോൾ ആ കുടിശ്ശിക മാറ്റി 1000 കൂട്ടി പടിയെ കൂട്ടി 1600 രൂപ ആക്കി. ആ 1600 രൂപയിൽ നിന്നും നവംബർ 1 കേരളപ്പിറവിയിൽ അന്ന് മന്ത്രിസഭ കൂടി തീരുമാനിച്ചു, അത് പോരാ, 400 രൂപയും കൂടെ കൂട്ടി, ഒരു മാസത്തെ കുടിശ്ശികയും കൂടെ കൂട്ടി 3600 രൂപയാണ് പാവങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. ആ സന്തോഷം ഞങ്ങൾ വോട്ട് ചോദിക്കുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ പല വീടുകളിലും ചെല്ലുമ്പോൾ അമ്മമാർ സൂചിപ്പിക്കുന്നുണ്ട്, മക്കളെ നിങ്ങൾ പെൻഷൻ തന്ന ഞങ്ങളെ വയറിന് നിങ്ങളാണ് നിലനിൽപ്പ്,
കാര്യം ഒരു വീട്ടിൽ ചെന്നപ്പം ഒരമ്മ പറയുന്നുണ്ട് എൻ്റെ മകൾ ഉപേക്ഷിച്ചിട്ട് പോയി, എൻ്റെ മോൻ ഉപേക്ഷിച്ചിട്ട് പോയി, പക്ഷേ ഈ പെൻഷൻ വന്നതുകൊണ്ട് നമുക്കൊരു ആശ്രയമാണ്. മോള് പോയാലും ഒരു 2 കിലോ അരി വാങ്ങി ഒരു ചമ്മന്തിയും കൂട്ടി കണ്ണൊക്കെ കാഴ്ചയുണ്ട് എനിക്ക് അത് നിങ്ങൾ തന്നത് എൻ്റെ സർക്കാരാണ്, നിങ്ങളാണ്. ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ വോട്ട് ഇടതുപക്ഷത്തിനേ ചെയ്യൂ, നിങ്ങൾക്കേ ചെയ്യൂ. അത് ഞങ്ങൾക്കൊരു ശുഭപ്രതീക്ഷയാണ്. മാത്രവുമല്ല 35 വയസ്സിനും 60 വയസ്സിനും മധ്യയുള്ള പാവപ്പെട്ട സ്ത്രീകൾ, ആ സ്ത്രീകൾക്ക് ആദ്യ ഗഡുവായിട്ട് ഞങ്ങൾ 1000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ലോക്കൽ സെക്രട്ടറി പ്രശോഭൻ ചേരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. അപ്പൊ ഈ വാർഡിലെ ഈ ഒരു വൻ ജനാവലിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ലോക്കൽ സെക്രട്ടറി താങ്കൾക്ക് ഒരു വിജയപ്രതീക്ഷയാണ് ഇതിലുണ്ടായിരിക്കുന്നത്, അതെന്താണ് കാരണം? വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥിയും ഞങ്ങളും എല്ലാം. കാര്യം എന്ന് വെച്ചാൽ 40 വർഷമായിട്ട് കോൺഗ്രസിന്റെ കയ്യിലിരുന്നൊരു വാർഡാണത്. ആ വാർഡ് കഴിഞ്ഞ 5 വർഷം ഞങ്ങളുടെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ ഭരിക്കുകയുണ്ടായത്. അവർ നടത്തിയിട്ടുള്ള ചില വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾ അവരാൽ കഴിയുന്നത് അവർ വാങ്ങി ഓരോ സ്ഥലങ്ങളിലും ഓരോ വീടുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കവിതയാണ് ഇവിടെ നിന്നിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ അവർ വളരെ അങ്ങേയറ്റം മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് അവിടെ വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാര്യം എന്ന് പറയുന്നത് കിട്ടിയവർ തന്നെ പറയുന്നുണ്ട്, നമുക്ക് കിട്ടിയത് തന്നെയാണ്, കള്ളം പറയുന്നില്ല അവരാരും. അതുകൊണ്ട് തന്നെ വലിയ സ്വീകാര്യതയാണ് സജിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. സജിനെ നമുക്കിവിടെ കണ്ട ആൾക്കാരെ നമുക്കറിയാം, വളരെ നല്ല തരത്തിലുള്ള ജനക്കൂട്ടമായിരുന്നു. ആ ജനക്കൂട്ടത്തെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സജിൻ നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കാൻ സാധ്യതയുണ്ട്. വളരെ നല്ല ഭൂരിപക്ഷത്തിൽ, മറ്റു വാർഡിനെ അപേക്ഷിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ അഴൂർ ഗ്രാമപഞ്ചായത്ത് 18 വാർഡിലും ജയിച്ചു വരാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട്. തീർച്ചയായിട്ടും ഈ ഭരണ തുടർച്ചയുണ്ടാവും. ഇവിടെ ലോക്കൽ സെക്രട്ടറി അജയ് നമ്മളൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. നമ്മുടെ 3 സ്ഥാനാർത്ഥികളുടെയും വിജയം ഉറപ്പാണ്, അതിൽ ഒരു സംശയവുമില്ല. അതിനുള്ള ഇതിവിടെ കാണുന്നുണ്ട്. അതുപോലെ ഏകദേശം 1995 അടൂർ ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് LDF പിടിച്ചെടുത്തത്. ഇപ്പം 30 വർഷമാവാൻ പോകുന്നു. ഇനിയും ഭരണം നിലനിർത്തും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്ഥാനാർത്ഥിമാരും നല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ്. വാർഡ് സ്ഥാനാർത്ഥി, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിയായാലും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായാലും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായാലും വിജയം ഉറപ്പാണ്, അതിൽ ഒരു സംശയമില്ല. ഓക്കെ. കാരുണ്യ പ്രവർത്തനം നടത്തി വളരെയേറെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ നമ്മുടെ യുവത്വത്തിന്റെ പ്രതീകമായ ഈ ഇടതു സാരഥി തന്നെ ഈ വാർഡിൽ, ഈ അക്കരവിള വാർഡിൽ വിജയിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്താണ് ഇവിടുത്തെ ജനങ്ങൾ. ക്യാമറമാൻ അഫ്സലിനോടൊപ്പം രാജേഷ്.